സംസ്ഥാനത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. 52 ദിവസത്തെ നിരോധനം ജൂലൈ 31-ന് അർദ്ധരാത്രി അവസാനിക്കും. യന്ത്രവൽകൃത യാനങ്ങൾക്ക് മത്സ്യബന്ധനം നടത്താൻ കഴിയില്ല. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ യന്ത്രവത്കൃത യാനങ്ങളുള്ളത് കൊല്ലത്താണ്. എല്ലാം തീരമണഞ്ഞു. ബോട്ടുകൾക്കിനി അറ്റകുറ്റപ്പണിയുടെ നാളുകൾ. ട്രോളിംഗ് നിരോധനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം വേണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. മത്സ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നടപ്പിലാക്കുന്ന ഈ ട്രോളിംഗ് നിരോധനം കൊണ്ട് ഒരു മത്സ്യസമ്പത്തും വർദ്ധിച്ചതായി ഞങ്ങൾക്ക് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. പകരം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ വിദേശ നാണ്യം ലഭിക്കേണ്ട മത്സ്യസമ്പത്ത് നമുക്ക് ഈ കാലയളവിൽ നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി ഗവൺമെൻറ് മനസ്സിലാക്കണം. ഇനിയും ഒരു പഠനം നടത്തി ഈ ട്രോളിംഗ് നിരോധനത്തിൻ്റെ കാലയളവ് ഇത് തന്നെ വേണോ വേണ്ടോ എന്ന് ഗവൺമെൻറ് ശക്തമായി പരിശോധിക്കാൻ തയ്യാറാകണമെന്നാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. പ്രതികൂല കാലാവസ്ഥ മത്സ്യലഭ്യതയെ ബാധിച്ചെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ യാനങ്ങൾ വീണ്ടും ഇറക്കണമെങ്കിൽ കടം വാങ്ങേണ്ടി വരുമെന്നും ബോട്ടുടമകൾ. ഓരോ ബോട്ടുകൾക്കും ലക്ഷക്കണക്കിന് രൂപ ഡീസലിന്റെ കടത്തിൽ വന്ന ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലാണ് അടുത്ത ഒരു ട്രോളിംഗ് നിരോധനം വരുന്നത്. ഈ ബോട്ടുകൾക്കൊന്നും യഥാർത്ഥത്തിൽ മെയിൻ്റനൻസ് ചെയ്യാൻ പോലുമുള്ള പൈസ കിട്ടിയിട്ടില്ല. അതാണ് ഇന്നത്തെ പ്രതിസന്ധി. എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിഷറീസ് കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിച്ചു. ഹാർബറുകളിലും ലാൻഡിംഗ് സെന്ററുകളിലുമുള്ള ഡീസൽ ബങ്കുകൾ അടച്ചു. ഇൻബോർഡ് വള്ളങ്ങൾക്ക് ഡീസൽ ലഭ്യമാക്കാൻ മത്സ്യഫെഡിന്റെ തെരഞ്ഞെടുത്ത ഡീസൽ ബങ്കുകൾ നിബന്ധനകൾക്ക് വിധേയമായി പ്രവർത്തിക്കും. നീണ്ടകര ഹാർബർ ഈ വർഷവും ഇൻബോർഡ് വള്ളങ്ങൾ ഒഴികെയുള്ള പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾക്ക് തുറന്നുകൊടുക്കും. 24 കൊല്ലം.